വ്യത്യസ്തമായ ഒരു ഈദ്ഗാഹിന്റെ വിശേഷത്തിലേക്കാണ് ഇനി. കോഴിക്കോട് കിണാശ്ശേരിയിൽ ചെറിയ പെരുന്നാൾ ഈദ്ഗാഹ് നടന്നത് ഉത്സവ പറമ്പിലാണ്. ഉത്സവവും പെരുന്നാളും ഒന്നിച്ചു വന്നതോടെ ക്ഷേത്ര കമ്മിറ്റി മുൻകൈയെടുത്താണ് സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും മതേതരത്വത്തിന്റെയും വേദി ഒരുക്കിയത്. الله لمن حمده الله أكبر. കിണാശ്ശേരി പള്ളിയറക്കൽ ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ ഇന്നലെയാണ് ഉത്സവത്തിന് കൊടിയേറിയത്. വർഷങ്ങളായി ക്ഷേത്ര ഉത്സവ ചടങ്ങുകളും ആഘോഷങ്ങളും കിണാശ്ശേരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലാണ് നടക്കുന്നത്. പെരുന്നാൾ ദിനത്തിൽ ഈദ്ഗാഹ് നടക്കുന്നതും കാലങ്ങളായി ഇതേയിടത്തിൽ തന്നെ. പതിവിൽ നിന്നും വ്യത്യസ്തമായി പെരുന്നാളും ഉത്സവവും ഒന്നിച്ചെത്തി. പക്ഷേ ആശങ്കകൾക്ക് വഴിവെക്കാതെ ഉത്സവവും ഈദ്ഗാഹും ഒന്നിച്ചു നടത്താൻ ഒരു നാട് തീരുമാനിച്ചു. അമ്പല കമ്മിറ്റി നമ്മളെ ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞതാണ്, നിങ്ങളെ ഈദ്ഗാഹ് ഇവിടെ തന്നെ നടത്തണമെന്ന്. കാരണം ഇന്നലെ രാത്രി ഏകദേശം 12:30 വരെ ഇവിടെ പ്രോഗ്രാം ഉണ്ട്. ഭയങ്കര ജനമായിരുന്നു, ഫുൾ ജനമായിരുന്നു. അപ്പോൾ ഈ രാവിലത്തേക്ക് ഇങ്ങനെ സെറ്റപ്പ് ആക്കാൻ പറ്റുമെന്ന് തന്നെ പക്ഷേ അമ്പല കമ്മിറ്റീൻ്റെ ആൾക്കാരും എല്ലാവരും കൂടെ കൂടി ചേർന്നിട്ടാണ് ഈ ഒരു തരത്തിലേക്കുള്ള ഒരു സംവിധാനം ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. കിണാശ്ശേരിക്കാരെ സംബന്ധിച്ചോളം കുറേ കാലങ്ങളായിട്ട് കിണാശ്ശേരിൻ്റെ ഈ ഉത്സവമായാലും ഈദ്ഗാഹ് ആയാലും രണ്ടുപേരും കൂടി ഒന്നിച്ച് തന്നെയാണ് ചെയ്യാറുള്ളത്. ഇന്നൊരു പ്രത്യേകത, ഉത്സവത്തിൻ്റെ സമയത്ത് തന്നെ ഈദ്ഗാഹ് വന്നതാണ്. ഉത്സവം നടത്തുന്നത് തന്നെ പകുതിയോളം ഇവിടെയുള്ള അന്യമതസ്ഥരുടെ സഹായം കൊണ്ടാണ് ഉത്സവം ഇങ്ങനെ നടന്നു പോകുന്നത്. കേരളത്തിന് തന്നെ മാതൃകയാക്കാൻ പറ്റിയൊരു ഇതാണ്. ഉത്സവപ്പറമ്പിൽ നടന്ന ഈദ്ഗാഹിൽ സ്ത്രീകളും കുട്ടികളുമടക്കം ആയിരങ്ങളാണ് പങ്കെടുത്തത്. സഹായങ്ങളുമായി ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങളും രാവിലെ മുതൽ സജീവമായിരുന്നു. എനിക്ക് പിന്നിലുള്ള പള്ളിയർക്കൽ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ ഉത്സവത്തിന്റെ ഭാഗമായുള്ള ക്ഷേത്ര ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. അതേ വൈബിലും അതേ അന്തരീക്ഷത്തിലും തൊട്ടപ്പുറത്ത് ഉത്സവപ്പറമ്പിലാണ് ചെറിയ പെരുന്നാളിൻ്റെ ഭാഗമായുള്ള ഈദ്ഗാഹും നടന്നുകൊണ്ടിരിക്കുന്നത്. കിണാശ്ശേരിയുടെ ഈ മാതൃക തന്നെയാണ് ദ റിയൽ കേരള സ്റ്റോറി. ഷിജു ചവറയ്ക്കൊപ്പം രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്.